വലിയൊരു വിവാദമായി ആളിക്കത്തുകയായിരുന്നു സ്വർണ്ണ കവർച്ച. അതിൻ്റെ അന്വേഷണം, അറസ്റ്റുകൾ അങ്ങനെ അടുത്തടുത്ത് വലിയ CPM നേതാക്കളിലേക്ക് എത്തുമോ എന്ന ആകാംക്ഷയോടെ കേരളം ഉറ്റുനോക്കിയിരിക്കുമ്പോഴാണ് ശബരിമല തീർത്ഥാടന കാലം എത്തുന്നത്. ഈ വിവാദങ്ങൾ മറച്ചുപിടിക്കാൻ ബോധപൂർവം കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നോ എന്നൊരു സംശയം കൂടി ബാക്കി നിൽക്കുന്നില്ലേ? അത് എനിക്ക് തോന്നുന്നു പോരാ, ഇതിന് പോരാ. കാരണം അവിടെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ അവിടുത്തെ സ്പെഷ്യൽ കമ്മീഷണറുടെ അടുത്ത് റിപ്പോർട്ട് ചെയ്യണം. കാരണം അദ്ദേഹം നേരിട്ട് ഹൈക്കോടതിയിലേക്ക് ആ റിപ്പോർട്ടുകൾ അയക്കുന്നതാണ്. ഇപ്പോൾ ശ്രീ ഗോപാലകൃഷ്ണനൊക്കെ പറഞ്ഞതുപോലെ യാതൊരു ട്രെയിനിങ്ങും കഴിഞ്ഞ ഉടനെ, പാസിംഗ് ഔട്ട് കഴിഞ്ഞ ഉടനെയുള്ള ആൾക്കാരൊക്കെ അവിടെ ഡ്യൂട്ടിക്ക് വരുന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ തീർച്ചയായിട്ടും അവിടെയുള്ള സ്പെഷ്യൽ കമ്മീഷണറെ അറിയിച്ചിട്ട് അതുവഴി ഹൈക്കോടതിയിലേക്ക് ടേക്കപ്പ് ചെയ്യേണ്ടതാണ്. കാരണം അങ്ങനെ ഒരു കാരണവശാലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. സംഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തെറ്റാണ്. അങ്ങനെയുള്ളവരെ അവിടെ ഉപയോഗിക്കാൻ പാടില്ല. അവിടെ പരിചയമുള്ളവരെ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അങ്ങനെയാണ് കസ്റ്റമറി ആയിട്ട് അത് ചെയ്യാറുള്ളത്. പിന്നെ എനിക്ക് രണ്ടാമത് ഇപ്പോൾ സ്വർണ്ണ കവർച്ചയുടെ കാര്യത്തിൽ, സ്വർണ്ണ കവർച്ചയെല്ലാം ചെറുതാണ്, 4-5 കോടി രൂപയുടെ വരെയുള്ളൂ. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന ഒറിജിനൽ സാധനങ്ങൾ അത് കൊണ്ടുപോവുകയാണെങ്കിൽ കോടിക്കണക്കിന് രൂപ. ഇപ്പം ചെമ്പ്, ആ സ്വർണം പൊതിഞ്ഞിരുന്ന ആ ചെമ്പുണ്ടല്ലോ, ആ ചെമ്പ് മാറ്റി ആ ചെമ്പ് ചില പണക്കാർക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ 500-1000 കോടി രൂപയൊക്കെ കിട്ടും. അതുപോലെ അവിടെ ഉണ്ടായിരുന്ന കട്ടിളപ്പടികൾ, ആ കട്ടിളപ്പടികൾ ഒറിജിനലായിട്ടുള്ളത് ഇതുപോലുള്ള ചില പണക്കാർക്ക് കൊടുക്കുകയാണെങ്കിൽ അത് അയ്യപ്പൻ്റെ ശ്രീകോവിലിരുന്നതാണ് എന്ന് പറഞ്ഞാൽ അവരൊക്കെ വിശ്വസിക്കുന്നത് ഇങ്ങനെയൊക്കെ വാങ്ങിച്ചു വെച്ചാൽ അവർക്ക് പുണ്യം കിട്ടുന്നതാണ്. അപ്പോൾ അത് ആയിരക്കണക്കിന് കോടി രൂപയുടെ അത്തരം രീതിയിലുള്ള കാര്യങ്ങൾ നടക്കാം. ഇനി നമ്മൾക്ക് വാസ്തവത്തിൽ ഈ വിഗ്രഹം തന്നെ ഒറിജിനലാണോ എന്നുകൂടി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്ന വിഗ്രഹത്തെക്കാളും നന്നായിട്ടൊരു വിഗ്രഹം ഉണ്ടാക്കുന്നതിന് അധികം ചിലവ് വരില്ല. 10-12 കോടി രൂപയുണ്ടെങ്കിൽ ഒന്നാന്തരമായിട്ട് ഒരു പഞ്ചലോഹ വിഗ്രഹം ഉണ്ടാക്കാം. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന ഒറിജിനൽ വിഗ്രഹം കൊടുക്കുകയാണെങ്കിൽ 5000-6000 കോടി രൂപ കൊടുക്കാൻ തയ്യാറുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ആ കേസ് CBI അന്വേഷിക്കണമെന്നാണ് ഞാൻ ഒന്നാമത്തെ ദിവസം മുതൽ പറഞ്ഞു വരുന്നത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഇപ്പോഴുമുള്ള അതിലുള്ള പറയാനുള്ള കാര്യം, ആ കേസ് CBI അന്വേഷിക്കണം. കേരള പോലീസ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമല്ല അന്വേഷിക്കേണ്ടത്. പിന്നെ അഡ്വക്കേറ്റ് ശ്രീ സുരേഷ് ബാബു, അദ്ദേഹം എനിക്ക് തോന്നുന്നു അദ്ദേഹം അങ്ങ് ഉരുളുകയാണ്. അപ്പോൾ അദ്ദേഹത്തിനോട് എനിക്ക് പറയാനുള്ളത്, അദ്ദേഹം ചെളിയെ പറ്റിയാൽ കൂടുതൽ ഉരുണ്ടാൽ കൂടുതൽ ചെളി പറ്റുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഒരു പൊസിഷൻ എടുത്ത് നിൽക്കുകയാണ് നല്ലത്. കാരണം അവിടെ കുടിക്കാൻ വെള്ളം കിട്ടിയില്ല എന്നുള്ളതും അതുപോലെ ടോയ്ലറ്റ് സൗകര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതും എല്ലാം യാഥാർത്ഥ്യമാണ്. അതൊന്നും ആരും ക്രിയേറ്റ് ചെയ്യുന്നതല്ല. അത് കുറച്ച് പേർക്ക് മാത്രം സംഭവിച്ച കാര്യമല്ല. മാത്രമല്ല, അവിടെ ജോലിക്ക് വന്നവർക്ക് ഇതുവരെ ഭക്ഷണം കൊടുക്കാൻ സംവിധാനം ഉണ്ടായിട്ടില്ല. സാധാരണ ഇതൊക്കെ അവിടെ 1-ാം തീയതി തുടങ്ങുന്നതിന് മുമ്പായി തന്നെ തലേ ദിവസം അല്ലെങ്കിൽ അതിൻ്റെ മുന്നത്തെ ദിവസം മുതൽ കൃത്യമായിട്ട് കൊടുക്കുന്നതാണ്. പണ്ടൊക്കെ ഉണ്ടായിരുന്നത് പോലീസിന് പോലും ഭക്ഷണം കൊടുത്തിരുന്നത് അവിടെ നിന്നാണ്. അതിനിടയ്ക്ക് ഒരു മാറ്റം പിന്നീട് വന്നിട്ടുള്ളൂ. പക്ഷേ അതുകൊണ്ട് ഇതെല്ലാം കൃത്യമായിട്ട് നടന്നിരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതിനു വേണ്ടി, ഈ കാര്യങ്ങൾ നടക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട സുരേഷ് ബാബു അദ്ദേഹത്തിന് അറിയുവാണെങ്കിൽ മുഖ്യമന്ത്രി എത്ര കോൺഫറൻസ് നടത്തി, ഇതിലെ ദേവസ്വം മന്ത്രി എത്ര കോൺഫറൻസ് നടത്തി, ആ കോൺഫറൻസിൻ്റെ മിനിറ്റ്സ് ലഭ്യമാണോ, അതനുസരിച്ച് ഓരോ ഉദ്യോഗസ്ഥനും ഓരോ ഡിപ്പാർട്ട്മെൻറ്റും അവർ ചെയ്ത കാര്യങ്ങൾ അവിടെ അവതരിപ്പിച്ചിട്ടുണ്ടോ, ഇതൊക്കെ ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, ശ്രീ CR രാധാകൃഷ്ണൻ, നോക്കൂ, ഇത്രമേൽ വിശാലമായ ഒരിടം, നിലയ്ക്കൽ മുതൽ പമ്പ കഴിഞ്ഞ് സന്നിധാനം വരെ. ഒരു മിനിറ്റ്, CBIയുടെ കാര്യം പറഞ്ഞല്ലോ. ആ CBIക്ക് വേണ്ടി BJP ഒപ്പുശേഖരണം നടത്തുകയാണ്. ഈ CBI അന്വേഷണത്തിന് വേണ്ടി ഭാരതീയ ജനതാ പാർട്ടി ഒപ്പുശേഖരണം നടത്തുകയാണ്. അതിന് ഒരു കാരണക്കാർ ഞങ്ങളാണ്. 14 മണിക്കൂർ നീണ്ട സന്നിധാനത്തെ ഒരുക്കങ്ങളെ കുറിച്ചുള്ള ലൈവത്തോണിന് പിന്നാലെയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ അത് പ്രഖ്യാപിച്ചത്.